നമസ്കാരം. ഓണവും നബിദിനവും എല്ലാം കഴിഞ്ഞു. എല്ലാവരും മനോഹരമായിട്ട് ആഘോഷിച്ചു. അതിന്റെ ഇടയിൽ സന്തോഷം തരുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചകൾ. അതോടൊപ്പം തന്നെ നമുക്ക് വിഷമിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചതും നമ്മൾ കണ്ടു. സത്യത്തില് ഈ മതത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ്. മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലെ വാല്യൂസ് നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ തന്നെയാണത്. ആദ്യം തന്നെ സന്തോഷം തരുന്ന വാർത്തകൾ പറയാം. ഒരുപാട് സ്ഥലങ്ങളില് നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ച സമയത്ത് അവിടെ അമ്പലങ്ങളുടെയൊക്കെ മുമ്പിൽ അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കി വെക്കുന്നു, ഹിന്ദു മതസ്ഥർ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നതൊക്കെ കണ്ടു. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിം മതസ്ഥർ, ഓണത്തിന് പായസം വിളമ്പുന്ന മുസ്ലിം മതസ്ഥർ, ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാഴ്ചയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയോട് കൂടിയിട്ട് എല്ലാം സന്തോഷത്തോടു കൂടിയിട്ട് ആഘോഷിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് സങ്കടം ഉണ്ടാക്കുന്ന പല കാഴ്ചകളും കണ്ടു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന 2 വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതാണ്. നബിദിന ഘോഷയാത്ര നടക്കുകയാണ്. കുട്ടികളാണ് അവിടെ പൊക്കോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരുത്തൻ. ഇവനെ കണ്ടെത്തി അവനുള്ള പണിയൊക്കെ പോലീസുകാർ കൊടുത്തു. എന്നാലും അയാളുടെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരല്പനേരം വെയിറ്റ് ചെയ്തു എന്നത് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അർജന്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന മുതിർന്നവരോട് പറയാം. അവിടെ കുട്ടികളാണ്, അവർക്ക് ഒന്നും അറിയത്തില്ല. അവരുടെ ഇടയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. എന്തോ ഭാഗ്യത്തിന് അവരൊഴിഞ്ഞു മാറിയത് കൊണ്ട് മാത്രം ആ മക്കൾക്കൊന്നും സംഭവിച്ചില്ല. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അതായത് ഒരു സന്തോഷം നിറഞ്ഞ ദിവസം അവർ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ ഘോഷയാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ആ നാടിന്റെ അവസ്ഥ എന്തുവാകും? അച്ഛനമ്മമാരുടെ അവസ്ഥ എന്തുവാകും? ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ അവസ്ഥ എന്തുവാകും? അപ്പൊ അത്രയും പേരെ ദുരിതത്തിലാഴ്ത്തുന്ന ഒരു പ്രവൃത്തിയാണ് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ നമ്മളെല്ലാവരും മനുഷ്യരാണ്. പലതും മനസ്സിലാക്കാനും സഹകരിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് അറിയിക്കുക. എവിടെയെങ്കിലും അർജന്റായിട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, അതപ്പോ പറയാമല്ലോ, പറഞ്ഞിട്ട് പോകാമല്ലോ. പക്ഷെ പറഞ്ഞിട്ട് പോകാൻ അയാൾ തയ്യാറായില്ല. അയാൾ നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ അയാളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? അയാളുടെ ഉള്ളിലുള്ള മാനസിക പരിഗണനയും മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ലാതായി എന്നല്ലേ അതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ വീഡിയോ. ഒരു മുസ്ലിം യുവതിയാണ്, നമുക്കറിയില്ല ആരാന്നുള്ളത്. പുള്ളിക്കാരി നടന്നു പോകുന്ന വഴിക്ക് പൂക്കളം കണ്ടു. ആ പൂക്കളം ആരെയും ഉപദ്രവിക്കാതെ ഒരു സ്ഥലത്താണ് കിടക്കുന്നത്. ഒഴിഞ്ഞു മാറി പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. മറ്റേ സ്ത്രീ ഒഴിഞ്ഞു മാറി പോകുന്നത് നമുക്ക് കാണാം. പക്ഷേ അതിനെ മണ്ടയ്ക്കോട് പോയിട്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്ത് കാര്യത്തിന്? അപ്പം ഇങ്ങനെ കുറെ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇങ്ങനെ കുറെ മനുഷ്യന്മാര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇത്തരത്തില് വേർതിരിവുകൾ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം രാഷ്ട്രീയക്കാരാണ്. ഈ കാലഘട്ടത്തിലും ഇതേപോലെ മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും വേർതിരിവ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിനൊരു മെയിൻ കാര്യം രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ പറയും. രാഷ്ട്രീയക്കാരാണ് ഈ രീതിയിലുള്ള ചിന്താഗതി ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ വിത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് പോരാഞ്ഞിട്ട് കുറെ മുസ്ലിംസ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറെ ടീച്ചർമാർ ഇറങ്ങിയിട്ടുണ്ട്, കുറെ സാറുമാർ ഇറങ്ങിയിട്ടുണ്ട് മതം പഠിപ്പിക്കാൻ. അങ്ങനെ കുറെ എണ്ണം മതം പഠിപ്പിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തന്നെ ഇരിപ്പുണ്ടല്ലോ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാവൂ, അവർ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി കുറെ ഉന്നതിയിലിരിക്കുന്ന, എല്ലാം തികഞ്ഞ അറിവോട് കൂടിയിട്ടിരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടല്ലോ. ഇവന്മാര് കാരണം നാട്ടിലുള്ള മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള സ്നേഹം, സൗഹൃദം ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതും പോരാഞ്ഞിട്ട് രാഷ്ട്രീയക്കാരുടെ വഴി വേറൊരു പാര. ഇനി രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് പാര വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പ്രശ്നമുണ്ടായി, സംഘർഷം മുസ്ലിം പള്ളിയിൽ. അവിടെ വിശ്വാസികളുടെ ഇടയിൽ എന്തൊക്കെയോ സംഘർഷങ്ങളുണ്ടായി. അവിടുത്തെ പള്ളിയിലെ ആ ഒരു മെയിൻ ആയിട്ടുള്ള വ്യക്തിയെ മാറ്റണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായതാണ്. അതിനിടയിൽ പോലീസുകാർ പള്ളിക്കകത്തേക്ക് കയറുന്നു, ബൂട്ടിട്ട് ചവിട്ടി കയറുന്നു, പള്ളിയിൽ ലാത്തി വീശുന്നു വിശ്വാസികൾക്ക് നേരെ. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാനാണ് പള്ളിക്കകത്തേക്ക് കയറിയതാണ് പോലീസുകാരുടെ എക്സ്പ്ലനേഷൻ. എന്തുവാണെന്നുണ്ടെങ്കിലും ചെയ്തത് തെറ്റായിപ്പോയി. ബൂട്ടിട്ട് കയറി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അവിടെ ഉണ്ടായ സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കണം. എന്നാൽ അതിനെ വലിയ രീതിയിൽ ഊതിപ്പെരുപ്പിച്ച് ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ പോസ്റ്റ് കണ്ടോ?
കേരളത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടക്കാത്ത സംഭവം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഒരു കാട്ടുതീ പോലെ ഊതി ഊതി അതിനെ പെരുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ രാഷ്ട്രീയക്കാര്. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വിശ്വാസികളുടെ ഉള്ളിൽ ഇങ്ങനെ കാട്ടുതീ പോലെ അവിശ്വാസം ഉണ്ടാക്കണം, മറ്റുള്ളവർക്കെതിരെ എതിർപ്പുണ്ടാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ സംഘികളുടെ കൂട്ടത്തിലാണ്, ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ മതത്തിനോട് യോജിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് എതിർ കക്ഷികളുടെ ഇത്. പക്ഷെ അതിലൂടെ നമ്മുടെ മനുഷ്യന്മാരുടെ ഉള്ളില് വിഷം കുത്തി നിറയ്ക്കുകയല്ലേ. ഇങ്ങനെയാണ് പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ രാഷ്ട്രീയക്കാർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് മതമാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർക്ക് വേരുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ മതത്തെ പിടിച്ചുകൊണ്ട് മാത്രമേ വരത്തുള്ളൂ. അതിൽ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണ്, ഒരാളില്ല. എല്ലാവരും പറയും ഞങ്ങള് എല്ലാവർക്കും സപ്പോർട്ടാണ്, ഞങ്ങള് മതസൗഹാർദ്ദത്തിനെതിരല്ല, ഞങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ സപ്പോർട്ടാണ്, മതനിരപേക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ കടിച്ചാൽ വാക്കുകളൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും പറയും. അധികാരത്തിൽ കയറുന്നതിന് മുമ്പും ഇലക്ഷന്റെ സമയത്തും വോട്ട് ചോദിക്കാൻ വരുമ്പോഴും ഒക്കെ ഇതൊക്കെ പറയും. പക്ഷേ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് നടുക്കുന്ന് ചോര കുടിക്കും. ഇതാണ് രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം. മുട്ടനാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കണം. അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കണം. നമ്മുടെ നാട്ടില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മതമാണ്. ഇങ്ങനെ പുരോഗമിച്ച ഒരു സമൂഹത്തിലും മതത്തെ പറ്റിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ്. ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ഓരോരുത്തർ ഊന്നി ജീവിക്കുന്നു, അതിനോടൊപ്പം തന്നെ പൊതുവായ കാര്യങ്ങളിലും ഏർപ്പെടുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു സമൂഹത്തില് ഇങ്ങനെ വന്ന് മതം നമ്മൾ വേറെയാണ്, നമ്മൾ വേറെ ആൾക്കാരാണ് എന്നൊരു വേർതിരിവ് ഉണ്ടാക്കിയെടുക്കാനുള്ള മെയിൻ കാരണം രാഷ്ട്രീയക്കാരാണ്. എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു വോട്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു കക്ഷികള് ഇന്ന മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ നേതാവിന്റെ അടുത്ത് പോകുമ്പോഴേക്കും അടുത്ത കക്ഷികൾ അടുത്ത മതത്തിൽപ്പെട്ടിട്ടുള്ള നേതാവിനെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് സാധാരണക്കാരുടെ സമാധാനമല്ലേ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടോ നേപ്പാളിലെ മിന്നൽ പ്രളയം? ഒറ്റ നിമിഷം മതി എല്ലാം ഇല്ലാതെയാകാന്, ഒറ്റ നിമിഷം മതി. അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു പോയി. നമ്മുടെ ഇടയിൽ ഒരു ടൈം ബോംബ് ഉണ്ടല്ലോ, പക്ഷേ അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകുന്ന ഈ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും വെച്ച് പുലർത്തി പരസ്പരം വഴക്കുകളും ഉണ്ടാക്കി ഞാൻ ആദ്യം കാണിച്ച 2 ഇൻസിഡന്റ്, ആ 2 ഇൻസിഡന്റിലുമുള്ള മനുഷ്യന്മാരുടെ ഉള്ളില് ശത്രുതയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമാണ്, അല്ലെങ്കിൽ അസഹിഷ്ണുത തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ഉള്ളില് ആ ഒരു അസഹിഷ്ണുത ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ്. അവിടെ ഇവിടെയും ഒക്കെ ഇരുന്ന് ശത്രുത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലേ, നമ്മൾ വേറെയാണ്, എല്ലാവരും മനുഷ്യരല്ലേ, നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിന്റെ കളർ ചുമന്ന കളറല്ലേ, നമ്മുടെ അനാട്ടമിയും ഫിസിയോളജിയും എല്ലാം സിമിലർ അല്ലേ, നമ്മുടെ മുഖത്തിന്റെ സ്ട്രക്ചറിനും ശരീരത്തിന്റെ സ്ട്രക്ചറിനും ഷേപ്പിനും ഒക്കെ വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് ഈ ഭൂമിയിലോട്ട് ജനിച്ചത്. അല്ലാതെ ഇന്ന മതസ്ഥര് ഭൂമിയിൽ ജനിക്കുന്നത് വേറൊരു രീതിയിലും, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭൂമിയിലോട്ട് ജനിക്കുന്നത് വേറൊരു രീതിയിലും, മുസ്ലിങ്ങൾ ഭൂമിയിലോട്ട് ജനിക്കുന്നത് വേറൊരു രീതിയിലും, ക്രിസ്ത്യാനികൾ ഭൂമിയിലോട്ട് ജനിക്കുന്നത് വേറൊരു രീതിയിലും അല്ലല്ലോ. അതെന്നുണ്ടെങ്കിൽ ഓരോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തൂടെ ഓടുന്ന രക്തത്തിന്റെ കളർ മാറുന്നുണ്ടോ? ഇല്ലല്ലോ. തൊലിയുടെ നിറത്തിനല്ലേ മാറ്റമുള്ളൂ. തൊലിയുടെ നിറത്തിന് മാറ്റമുള്ളത് നമ്മുടെ ജനറ്റിക്സ്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് തൊലിയുടെ നിറം മാറുന്നത്. പിന്നെ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചർ, മുടിയുടെ സ്ട്രക്ചർ, അതിനൊക്കെയല്ലേ മാറ്റമുള്ളൂ. അനാട്ടമിക്കലി ഫിസിയോളജിക്കലി ഒക്കെ നമ്മൾ ഏകദേശം സിമിലർ അല്ലേ, മനുഷ്യന്മാർ തന്നെ അല്ലേ. ഇതിനകത്തിരിക്കുന്ന നമ്മുടെ മനസ്സിലുള്ളത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു വാല്യൂ അല്ലേ. അല്ലാതെ പിന്നെ എന്ത് വേർതിരിവാണ് നമുക്കുള്ളത്? വിശ്വാസങ്ങൾ മാറിയേക്കാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ മാറിയേക്കാം, പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതിയാണ് നമ്മളുടെ ഉള്ളിൽ വേണ്ടത്. രാഷ്ട്രീയക്കാരായിക്കോട്ടെ മതപണ്ഡിതരായിക്കോട്ടെ ഇതായിരിക്കണം ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ സമാധാനം നഷ്ടപ്പെടും, ഈ നാടിന്റെ സമാധാനം നഷ്ടപ്പെടും, നാട് പല രീതിയിൽ ഇങ്ങനെ വിഭജിക്കേണ്ടി വരും. അപ്പൊ അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനാണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ ഇടയിൽ ഊട്ടി ഉറപ്പിച്ച് നമ്മൾ ജീവിക്കുക, അതേ രക്ഷയുള്ളൂ.